ഹായ് ഹലോ നമസ്കാരം. അതെ, നിങ്ങളൊക്കെ രാവിലെ വരുന്നതിന് മുന്നേ കണ്ണാടി നോക്കിയായിരുന്നോ? ആര്യ ചേച്ചി നോക്കിയില്ലല്ലേ? അയ്യോ, ഞാൻ എല്ലാ 10 മിനിറ്റും വെച്ച് നോക്കുന്നുണ്ട്. ചോദിക്കാൻ കാര്യം വേറൊന്നുമല്ല കേട്ടോ. ഈ ചെങ്ങാതി നന്നായാലേ കണ്ണാടി വേണ്ടാന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. പക്ഷേ ഇനിയിപ്പോ അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. ഉള്ള കാര്യം പറയാലാ ഷാജോൺ ചേട്ടാ, എനിക്കിപ്പോ കണ്ണാടി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനേ ഒരു 5 പൈസക്ക് ഇല്ലെങ്കിലും അതിന്റെ അഹങ്കാരം ഒന്നും തീരെ ഇല്ലാത്ത ഒരു ബുദ്ധിശാലിയായിട്ടുള്ള സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവൂല്ലേ? ഇല്ലേ? അവര് തലയാട്ടണം. അങ്ങനെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ചുമ്മാ കാഷ്വൽ ആയിട്ട് ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി പോയതാണേ. ചെന്നപ്പോ കാണുന്ന കാഴ്ചയോ, ഇവന്റെ ചേച്ചിയുടെ കൊച്ചിനെയും പിടിച്ചിരുത്തി കമ്പ്യൂട്ടറിന്റെ കീബോർഡ് എടുത്തു വെച്ചിട്ടേ അതിലെ ലെറ്റേഴ്സ് മൊത്തം വായിപ്പിക്കാന്ന്. കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ. കാരണം വളരെ നല്ലൊരു കാര്യമാണല്ലോ, പഠിപ്പിക്കുകയാണല്ലോ. എന്നാലേ സാധാരണ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയല്ലേ പഠിപ്പിക്കണേ, ഇവൻ എന്താ ഈ കീബോർഡ്? ഇതെന്താ സ്കീം? ഞാൻ ഇവിടെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ചേച്ചി പറയാ, എന്റെ പൊന്നു കുഞ്ഞേ ഒന്നും പറയണ്ട, ആ കൊച്ചിനൊന്ന് കീബോർഡ് വായിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു പോയി. അതിന്റെ മേടാണ് ഇവനീ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കണേന്ന്. എടാ, ആ കീബോർഡ് അല്ലടാ ഈ കീബോർഡ്, നീ മറുതാനോട് ആരാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. അല്ല, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പണ്ടേ, ഒത്തിരി പണ്ടല്ല, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ പരിപാടികൾക്കൊക്കെ മുമ്പ് ആങ്കർമാര് ഇങ്ങനെ വന്നിട്ട് മൈക്കിൽ തട്ടിട്ടേ മൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുമല്ലോ. ഇങ്ങനെ പറയണത് ഇവൻ എവിടെ നിന്നോ കേട്ടതോ പോട്ടെ, ഓടി പടച്ചു വന്ന് പുള്ളിക്കാരത്തിയുടെ അടുത്ത് മൈക്ക് വാങ്ങിച്ചിട്ടെ, ഇത്രയും നേരം നിങ്ങൾ ഇവിടെ നിന്ന് വാരകോരം പ്രസംഗിച്ചിട്ട് ആരും മൈൻഡ് ചെയ്തില്ലല്ല, ഇനിയിപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ശരിയാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയവനാണ് ഇവൻ. പോക്കേണ്ടാത്തോന്നേ അങ്ങോട്ട് മലമറിക്കുന്നു, വെറുതെയാ. പിന്നെ ഒരിത്തിരിയെങ്കിലും പക്വത ഉണ്ടാവും ഞാൻ വിചാരിച്ചിരുന്ന ഒരുത്തനെ ഉണ്ടായിരുന്നു. അവനും എന്നെ പറ്റിച്ചു. അതെന്റെ വെറും തെറ്റിദ്ധാരണയാന്ന് ഈ കഴിഞ്ഞിടയ്ക്ക് അവൻ എനിക്ക് മനസ്സിലാക്കി തന്നുട്ടാ. എങ്ങനെയെന്നല്ലേ, ഈ അടുത്തേ എനിക്കൊരു കല്യാണാലോചന വന്നായിരുന്നേ. സാധാരണ കല്യാണാലോചന വരുമ്പം നമ്മള് ചെക്കനെ പറ്റി ഒന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിട്ടേ ഇവന്റെ അടുത്ത് ഞാൻ ചെക്കന്റെ ഫോട്ടോസും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞേ, എടാ പുള്ളി ഇന്നടുത്താണ് വർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയി സ്ഥലമൊക്കെ കണ്ടറിഞ്ഞ് പുള്ളിയെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. കേട്ട പാടെ ഇവ നിന്ന നിപ്പില് വണ്ടി എടുത്തു പോയി പുള്ളിയുടെ ഓഫീസിൽ അവിടെ ചെന്നു. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടാലോ എന്നുള്ള നല്ല മനസ്സുകൊണ്ടായിരിക്കണം. ഫോൺ എടുത്തു, പുള്ളി അങ്ങ് വിളിച്ചു. ഹലോ, ഞാനേ ആതിരയുടെ ഫ്രണ്ടാ, നിങ്ങളെ പറ്റിട്ടേ ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. ഇയാളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാവൂന്ന്. അതും പിന്നെ ആത്മാർത്ഥതയുടെ നിറച്ചരിവായതുകൊണ്ട് വള്ളി പുള്ളി തെറ്റാതെ പുള്ളി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എന്തിനധികം പറയണം, ട്രംപിന്റെ തോളോട് തോളൊപ്പം എത്താനേ ഒരെത്ര ഇഞ്ചിന്റെ വ്യത്യാസമുള്ളൂ എന്ന് വരെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്ന്. പറയാനായിട്ടാ തോന്നുന്നു അമേരിക്കയിൽ അവിടെ തലപ്പൊക്ക മത്സരം നടന്നുകൊണ്ടിരിക്കുക. അത് പോട്ടെ, ഇന്നാളൊരു ദിവസേ ഫോർട്ട് കൊച്ചി പോയപ്പം അവിടെ കണ്ടൊരു സായിപ്പിന് വഴി പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ മാത്രം ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ നടന്നു ഒരുത്തിയുണ്ട് കേട്ടാ. ഒരു ദിവസം ഞങ്ങളൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടിലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണേ. നിങ്ങൾ വിചാരിക്കണ മറ്റേ കൂടുതലല്ലാട്ടാ, നമ്മള് വട്ടമേശ തമ്മേളനോ. ഇവള് പെട്ടെന്ന് ഓടിപ്പോയി സ്കിപ്പിംഗ് റോപ്പ് എടുത്തിട്ട് വരിക. ഞങ്ങള് വിചാരിച്ച് എന്തപ്പ വിളി ചാടാൻ പോണേ. ഞങ്ങൾ അവളുടെ അടുത്ത് ചോദിച്ചപ്പോ പറയാണേ, എന്റെ ഫോണിലെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഫോണിൽ തൊട്ട് കഴിഞ്ഞാ ചാടാൻ പറ്റൂന്ന്. അങ്ങനെ ഒരു ഫോൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഞങ്ങളും ഇത് തന്നെ നോക്കിയപ്പോഴോ ഫോണില് നമ്മുടെയൊക്കെ അഡ്വർടൈസ്മെന്റ് വന്നു കഴിയുമ്പോ ടാപ്പ് ടു സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ വരില്ലേ, ആ സാധനത്തിൽ തൊട്ടിട്ടാണ് ഇവളീ ചാടാൻ പോയത്. മതിരിയാട്ടത്തില് പിന്നെ പണ്ടേ ബെസ്റ്റ് കലാകാരി ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും പറയാൻ പോയില്ല. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവളെങ്ങാനും ടീച്ചർ ആയിരുന്നെങ്കിൽ ആ പഠിപ്പിക്കുന്ന പിള്ളേരുടെയൊക്കെ ഒരു അവസ്ഥയെ. പിന്നെ ഇവള് വഴി പറഞ്ഞു വിട്ട സായിപ്പ് ഇപ്പൊ ഒരു വഴിയും പെരുവഴി ഇല്ലാതെ കടാപ്പുറത്തിരുന്ന് തിരകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത്. അതുപോലെ ഈ നല്ലവനായ ഉണ്ണി എന്ന് പേരുള്ള ഒരാള് എല്ലാ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ഒരുത്തൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടാ. ഇവന്റെ കൂടെ ഒരു ദിവസം ഞങ്ങളൊരു യാത്ര പോവാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയേ. ചെന്നപ്പോ ഉണ്ട് അവിടെ ഒരു ട്രെയിൻ പോവാൻ കിടക്കണു. ഈ ട്രെയിനിന് പോവാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ മാസ്റ്റർ നിന്ന് പച്ചക്കൊടി വീശി കാണിക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കുമ്പോ ഇവൻ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തേക്ക് സ്റ്റാറ്റസിനുള്ള വകയായല്ലോ. പക്ഷെ ഇവൻ എന്താ ചെയ്തേ, ഞങ്ങളെ വിളിച്ച് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഒരു കേസും അങ്ങ് കൊടുത്തു. സാറേ,
പാകിസ്ഥാൻകാരെ ഇന്ത്യയിൽ നുഴഞ്ഞേറി കൊടി വാർത്തിക്കൊണ്ടിരിക്കുക, അവർക്കെതിരെ കേസ് എടുക്കണം. അന്നാണ് അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന രാജ്യസ്നേഹം ഞങ്ങൾ ആദ്യമായിട്ട് തിരിച്ചറിയണേട്ടോ. പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയില് ശോഭന മേമേ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സീൻ ഒരു പാട്ടിൽ എല്ലാവരും കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു സീൻ ഞങ്ങളുടെ മാത്സ് എക്സാമിന്റെ അന്ന് എന്റെ ഒരു ഫ്രണ്ടും നടത്തിയിട്ടുണ്ട് കേട്ടാ. പറയണേക്കുമ്പോ നിങ്ങൾ തോന്നും ശോഭന മാമിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇറങ്ങി ഓടിയതാണെന്ന്. അതൊന്നുമല്ല, ഇവിടെ നേരെ ചെന്ന് കയറി കൊടുത്തത് ഒരു വക്കീലിന്റെ അടുത്താ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് കാണിച്ചു കൊടുത്തു. പ്രൂവ് ദിസ് ഇസ് എ റെക്ടാംഗിൾ, പ്രൂവ് ദിസ് ഇസ് എ സ്ക്വയർ, പ്രൂവ് ദിസ് ഇസ് എ ഡാഷ് ഡാഷ് ഡാഷ്. എന്റെ പൊന്ന് സാറേ, ഇത് ഫുള്ള് തെളിയിക്കാനുള്ളതാ. ഏത് കോടതിയിൽ പോയിട്ടാണേലും വേണ്ടിയല്ല, ബാധിച്ചിട്ടാണേലും വേണ്ടിയല്ല, ഈ സാധനം എന്നെ ഒന്ന് തെളിയിച്ച് എന്നെ ഒന്ന് എക്സാം പാസ്സാക്കി തരണേന്ന്. ആരുടെയൊക്കെയോ നിർഭാഗ്യവശാൽ അവൾ ഇന്നൊരു അഡ്വക്കേറ്റ് ആണ്. പിന്നെ ഉള്ളത് പറയാലോ, കൂട്ടത്തിലൊരിത്തിരി വിവരം വെള്ളിയാഴ്ചയൊക്കെ ഉള്ളതേ അത് എനിക്ക് മാത്രാ. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ വിവരാവകാശ കമ്മീഷൻ വരെ ഒന്ന് പോയി അന്വേഷിച്ചാൽ മതി. അപ്പൊ അറിയാം എനിക്ക് വിവരം ഉണ്ടോ ഇല്ലയോന്ന്. ഏത് താങ്ക് യു.